മകന്റെ സാക്ഷ്യം പറയാനാ വന്നത്. 35 വയസ്സായി, വിവാഹം നടക്കുന്നില്ലായിരുന്നു. എല്ലാരും പറയുന്നുണ്ട് ആലോചിക്കുന്നു പറയുന്നുണ്ട്, പക്ഷെ അതിനുള്ളൊരു മനസ്സ് നമുക്ക് വന്നില്ല. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. അവനൊരു മാനസാന്തരം കൊടുത്ത് വിവാഹം കഴിക്കണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഓവറായിട്ട് വെള്ളം അടിക്കുമായിരുന്നു. ഓവറായി മദ്യപാനം ഉണ്ടായിരുന്നു. എത്ര നാളായിട്ട് മദ്യപിക്കുമായിരുന്നു മോൻ? ചെറുപ്പം മുതലേ അതെ. അപ്പൊ അവനോട് പറഞ്ഞ അവനങ്ങനെ അത് അനുസരിക്കില്ലായിരുന്നു. കൂട്ടുകൂടി കൂട്ടുകാരും അത്ത് പോകുമായിരുന്നു. രാവിലെ പോയാൽ രാത്രിയിലേക്ക് വരുമായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് വിടുതൽ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മകനെ വീണ്ടെടുത്തിട്ടുണ്ട്. ദാരിദ്ര്യത്തിൽ എൻ്റെ മകൻ്റെ കല്യാണം നടക്കണം, അതിന് പ്രാർത്ഥിക്കണം. അപ്പം എൻ്റെ തലേ കൈവച്ചിട്ട് പറഞ്ഞ നടക്കും. പിറ്റേ മാസം നടന്നു. മകളെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. കൊണ്ടുണ്ട്. അവളിപ്പം ദാരിദ്ര്യയുടെ ഫാനായി. ഒത്തിരി അനുഗ്രഹമുണ്ട്. ഞാൻ കാരണം എൻ്റെ BP എപ്പോഴും ഇവിടെ ഞാൻ അന്ന് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ 120, 180. അന്നേരം പിന്നെ ക്രിയാറ്റിൻ കൂടുതൽ എനിക്ക്. പക്ഷെ അന്ന് ദാരിദ്ര്യ പ്രാർത്ഥിച്ചു കഴിഞ്ഞ പിന്നെ ഇതുവരെ എനിക്ക് BP കൂടിയിട്ടില്ല, ക്രിയാറ്റിൻ കൂടിയിട്ടില്ല. ഫസ്റ്റ് ഇവിടെ വരുമ്പോ ഞാനൊരു ടൗലുമായിട്ടാ വന്നേ. തീരുന്നവരെ ഞാൻ കരഞ്ഞു. ഇവിടെ ഇരുന്ന് കരച്ചിൽ കഴിഞ്ഞപ്പോഴാണ് ബ്രദർ വന്ന് എന്റെ കയ്യെ പിടിക്കുന്നത്. ചേച്ചിക്ക് എന്താ ഞാൻ ചെയ്യണ്ടേന്ന് ചോദിച്ചു. ഞാൻ അത് കഴിഞ്ഞ് പിന്നെ കരഞ്ഞിട്ടില്ല. ഇവിടെ വന്ന് യോഗത്തിന് വന്ന് ഇപ്പൊ സന്തോഷമാണ്. നമ്മളോട് സാക്ഷ്യം പറയാനായിരിക്കുന്നത് ഇടുക്കിയിൽ നിന്നും സാലി മാത്യു ആന്റിയാണ്. ആന്റി പറയാമോ, എങ്ങനെയാണ് നമ്മുടെ ചർച്ചിൽ കടന്നു വരാനിടയായത്? ഞാൻ ഫസ്റ്റ് കടന്നു വരുന്ന വെൺമണിയിൽ എന്റെ സഹോദരിയാണ് എന്നെ കൊണ്ടുവന്നത്. ഇനി മടിച്ചാണ് അന്ന് ഞാൻ വന്നത്. വെൺമണിയിൽ നടന്ന മീറ്റിംഗിനാണ് ആദ്യമായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എറണാകുളത്ത് വന്നു, ഇവിടെ വന്നു. എത്ര നാളുകൊണ്ട് വരുന്നുണ്ട്? ഇപ്പൊ 2 വർഷമായിട്ട് വരുന്നുണ്ട്. 2 വർഷമായിട്ടുണ്ട്. പിന്നെ യൂട്യൂബിൽ എന്നും വൈകുന്നേരം 8 മണിയാകുമ്പോൾ കൂടും. പ്രാർത്ഥനാ വിഷയം ഇടും. എപ്പോഴും പ്രാർത്ഥനാ വിഷയങ്ങൾ ആന്റി ഇടാറുണ്ട്. ആന്റിയുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ആന്റി പ്രത്യേകിച്ച് മകന്റെ സാക്ഷ്യം പറയാനാണ് ആയിരിക്കുന്നത്. മകന്റെ സാക്ഷ്യം പറയാനാ വന്നത്. എന്താണ് മകന്റെ പേര്? മനു മാത്യു. പറഞ്ഞാട്ടെ. 35 വയസ്സായി. വിവാഹം നടക്കുന്നില്ലായിരുന്നു. ഒരാലോചന ഇവിടെ നിന്ന് വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ബ്രദർ അതിനു മുമ്പ് എനിക്ക് വേണ്ടി രോഗസൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പൊ അന്ന് ഞാൻ മകന്റെ കാര്യ പറയുന്നേ. അപ്പൊ ബ്രദർ ഇതിനു മുമ്പ് മകനെ വിവാഹാലോചനകളൊക്കെ നോക്കുന്നുണ്ടായിരുന്നില്ലേ? ഒന്നും വരണില്ലായിരുന്നു സാറേ. ഒന്നും നോക്കാനുള്ള മനസ്സ് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ആലോചന പോലും വരുന്നില്ല. നമുക്ക് എല്ലാരും പറയുന്നുണ്ട് ആലോചിക്കുന്നു പറയുന്നുണ്ട്, പക്ഷെ അതിനുള്ളൊരു മനസ്സ് നമുക്ക് വന്നില്ല. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. മകൻ എന്ത് ജോലിയാ ചെയ്യുന്നത്? ഡ്രൈവറാണ്. അങ്ങനെ ഈ മീറ്റിംഗിൽ വന്ന് ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവനൊരു മാനസാന്തരം വേണം. ഞാൻ പ്രാർത്ഥിച്ചത് അവനൊരു മാനസാന്തരം കൊടുത്ത് വിവാഹം കഴിക്കണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ കഴിഞ്ഞ മാസം 2 മാസമായുള്ളൂ മകന്റെ വിവാഹം നടന്നു. കർത്താവ് ഒരു അത്ഭുതം ചെയ്തു. അവന് മാനസാന്തരം കൊടുത്തിട്ടുണ്ട്. അതിനുമ്പേ പള്ളിയിലൊന്നും വരത്തില്ലായിരുന്നോ? പള്ളിയിൽ പോവായിരുന്നു. ഓവറായിട്ട് വെള്ളം അടിക്കുമായിരുന്നു. ഓവറായി മദ്യപാനം ഉണ്ടായിരുന്നു. എത്ര നാളായിട്ട് മദ്യപിക്കുമായിരുന്നു മോൻ? ചെറുപ്പം മുതലേ മദ്യപിക്കുമായിരുന്നു. അതുകൊണ്ട് ഒത്തിരി പ്രയാസം ഉണ്ടായിരുന്നു. എന്തായിരുന്നു പ്രയാസം? ഇവന് വെള്ളം അടിക്കുന്നതിന് വിവാഹം നടക്കാത്ത മദ്യം കഴിക്കുന്നതുകൊണ്ട് അവന് ഉത്തരവാദിത്തം ഇല്ലാത്തണ്ടാന്ന് തോന്നി. അപ്പൊ അവനോട് പറഞ്ഞ അവനങ്ങനെ അത് അനുസരിക്കില്ലായിരുന്നു. കൂട്ടുകൂടി കൂട്ടുകാരും അത്ത് പോകുമായിരുന്നു. രാവിലെ പോയാൽ രാത്രിയിലേക്ക് വരുമായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് വിടുതൽ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മകനെ വീണ്ടെടുത്തിട്ടുണ്ട്. കൂട്ടുകൂടി പോവില്ല. കൂട്ടുകളൊക്കെ മാറി. എന്നാൽ അമ്മ റെഗുലറായിട്ട് നമ്മുടെ മീറ്റിംഗിൽ കടന്നു വരും അല്ലേ? എനിക്കിനി ഒരു ആഗ്രഹം ഉള്ളത്, എൻ്റെ മകളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് അന്ന് പോയത്. ബ്രദറിനോട് ഞാൻ പറഞ്ഞു, ബ്രദർ എൻ്റെ മകൻ്റെ കല്യാണം നടക്കണം, അതിന് പ്രാർത്ഥിക്കണം. അപ്പൊ എൻ്റെ തലേ കൈവച്ചിട്ട് പറഞ്ഞ നടക്കും. പിറ്റേ മാസം നടന്നു. മകളെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. കൊണ്ടുണ്ട്. അവളിപ്പം ദാരിദ്ര്യയുടെ ഫാനായി. എല്ലാ ദിവസവും പ്രാർത്ഥന കൂടും. പള്ളിയിൽ വരുന്നുണ്ട്. ഒരിക്കൽ കൂടെ ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സാലി ആന്റി പറയുന്നത് മകന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തൊരു അത്ഭുതമാണ്. 35 വയസ്സായി, വിവാഹം ആലോചന പോലും വരുന്നില്ലായിരുന്നു, അല്ലെങ്കിൽ നോക്കാനുള്ള മനസ്സ് പോലും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ വന്ന് ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. ആന്റിയുടെ 2 പ്രാർത്ഥനാ വിഷയങ്ങൾ, ഒന്ന് മകന്റെ മാനസാന്തരവും മറ്റൊന്ന് മകന്റെ വിവാഹമായിരുന്നു. ആന്റി പറയുന്നത് ആ മദ്യപാനത്തിൽ നിന്ന് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് കൂട്ടുകെട്ടുകളിൽ നിന്നെല്ലാം ദൈവം വിടുവിച്ചു. എന്നാൽ അടുത്ത മാസം, ബ്രദർ പ്രാർത്ഥിച്ചതിന്റെ അടുത്ത മാസം തന്നെ വിവാഹം അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് നടന്നത്. കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. യേശുവാണത് ചെയ്തത് അല്ലേ? എനിക്ക് എന്താ പറയാനുള്ളത് നമ്മുടെ ചർച്ചിൽ വന്ന് പ്രാർത്ഥിക്കാനിടയായി? ആദ്യം സന്തോഷമില്ലായിരുന്നു, പക്ഷെ എനിക്ക് വളരെ സന്തോഷമാണ്. എനിക്ക് ഒരു ദിവസം പ്രാർത്ഥന കൂടിയില്ല, ഒരു സമാധാനമില്ല.
വളരെ നല്ലതാണ്. അനുഗ്രഹങ്ങൾ ഒത്തിരി, എനിക്ക് ഒത്തിരി അനുഗ്രഹമുണ്ട്. ഞാൻ കാരണം എൻ്റെ BP എപ്പോഴും ഇവിടെ, ഞാൻ അന്ന് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ 120, 180. അന്നേരം പിന്നെ ക്രിയാറ്റിൻ കൂടുതൽ എനിക്ക്. പക്ഷെ അന്ന് ദാരു ബ്രദർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതുവരെ എനിക്ക് BP കൂടിയിട്ടില്ല, ക്രിയാറ്റിൻ കൂടിയിട്ടില്ല. അത്ഭുതം ആ മേഖലയിലും ചെയ്തു അല്ലേ? നോർമലി പോകുന്നു. പിന്നെ എൻ്റെ മോന് ജോലി ഇട്ടത് പിന്നെ ഇളയ മകനാണ്. എവിടെയാണ് മകന് ജോലി? ദുബായില്. അത് പ്രാർത്ഥന ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു അല്ലേ? 6 വർഷമായിരുന്നു പോയിട്ട്, ഇതുവരെ ഒരു സ്ഥിര ജോലി ഒന്നും ശരിയായില്ല. കൂടെ കൂടിയൊരു ചതിച്ചു, കമ്പനി ഇട്ടു, അത് കൂടെ കൂടിയൊരു ചതിച്ചു. പോയിട്ട് 6 വർഷമായി, എന്നിട്ടും ജോലി ഒന്നും ലഭിച്ചിരുന്നില്ല. ജോലി ഇട്ട് എല്ലാം പോയി, ഒന്നും ശരിയായില്ല. കമ്പനി ഇട്ടത് കൂട്ടുകാർ ചതിച്ചോണ്ട് നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ ജോലി കിട്ടി, പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞതിന് ശേഷം ജോലി കിട്ടി. എന്ത് ജോലിയാ ചെയ്യുന്നത് മനോടെ? അക്കൗണ്ടിങ്ങിന് അല്ലേ? കർത്താവ് അവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 6 വർഷം ജോലി ഇല്ലാതിരുന്ന ആൾ, അല്ലെങ്കിൽ പറ്റിക്കപ്പെട്ട ആൾക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം സ്വന്തമായി കമ്പനി തുടങ്ങാൻ പറ്റി. കൈകൾ അടിച്ച് എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. 6 വർഷമായിട്ട് തനിക്ക് അവിടെ ജോലിയില്ല, അല്ലെങ്കിൽ പറ്റിക്കപ്പെട്ടു. എന്നാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ജോലി ലഭിച്ചു. താൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. വലിയ അതിശയങ്ങളാണ് യേശു ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാലി ആന്റിയുടെ ജീവിതത്തിൽ, 2 മക്കളുടെയും ജീവിതത്തിൽ, മൂത്തയാളുടെ വിവാഹം നടന്നപ്പോൾ ഇളയാൾക്ക് ജോലി ദൈവം കൊടുത്തു. പ്രത്യേകിച്ച് ആന്റി പറയുന്നത്, ആന്റിയുടെ ക്രിയാറ്റിൻ നോർമലിലേക്ക് വന്നു, BP നോർമലിലേക്ക് വന്നു. അസാധാരണമായ വിടുതലുകളാണ് ഈ കുടുംബം അനുഭവിച്ചത്. ആ അത്ഭുതങ്ങൾ നമുക്കും അനുഭവിക്കാം. അതുകൊണ്ട് സാലി ആന്റി പറയുന്ന ആ യേശുവിനെ നിങ്ങളും വിശ്വസിക്കാനായി തയ്യാറായിട്ട്. നമ്മുടെ ചർച്ചിൽ വന്നതിന് ശേഷം എനിക്ക് നമ്മുടെ ജോൺ ബ്രദറിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ സഭയെ കുറിച്ചും എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാവരും ജസ്റ്റിൻ ബ്രദർ, ബ്രദർ, എല്ലാരും ഞങ്ങൾ വളരെ ഞാൻ എല്ലാവർക്കും പ്രാർത്ഥന വിഷയം ഇടുന്നുണ്ട്. അവര് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാരും എന്നെ കാണാപ്പാടമാണ്. എല്ലാരും എനിക്ക് സന്തോഷം. എല്ലാവരോടും നന്ദിയുണ്ട്. സഭയിലെ എല്ലാവരോടും നന്ദിയുണ്ട്. എല്ലാവരോടും നന്ദിയുണ്ട്. എന്നെ കൊണ്ടുവന്നത് വിജിയാണ്. വിജി ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് പറയാനുള്ളത്, ആന്റി ഒരു ക്രിസ്ത്യ അനുഭവത്തിൽ തന്നെ വന്ന ഒരാളാണ്. എന്നാൽ ഇവിടെ വരാൻ തുടങ്ങിയ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ ആന്റിക്ക് എത്രത്തോളം മാറ്റമുണ്ട്? എനിക്ക് പഴയതിലും കുറച്ചുകൂടി, ഒരുപടിയല്ല 9 പടി കൂടുതലാണ്. അധികം യേശുവായിട്ട് ബന്ധമുണ്ട്. കൂടുതൽ വചനങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ച്, അപ്പം എപ്പോഴും എനിക്ക് നടക്കുമ്പോ അവന്റെ കൃപയിലാണെന്നൊന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ട്. ഇപ്പം അന്നില്ലായിരുന്നു, നേരത്തെ ഇല്ലായിരുന്നു. എന്ത് വന്നാലും ഞാൻ ഫസ്റ്റ് ഇവിടെ വരുമ്പോ ഞാനൊരു ടൗലുമായിട്ടാ വന്നേ. തീരുന്നവരെ ഞാൻ കരഞ്ഞു ഇവിടെ ഇരുന്ന്. കരച്ചിൽ കഴിഞ്ഞപ്പോഴാണ് ബ്രദർ വന്ന് എന്റെ കയ്യെ പിടിക്കുന്നത്. ചേച്ചിക്ക് എന്താ ഞാൻ ചെയ്യണ്ടേന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ പറയുന്നത് മകന്റെ കാര്യമാണ്, വിവാഹം നടക്കാത്ത കാര്യം. പക്ഷെ ബ്രദർ അന്നേരം എന്നോട് പറഞ്ഞ, അല്ല, കിഡ്നിയുടെ കാര്യമാണ് പറയുന്നത്, ക്രിയാറ്റിന്റെ കാര്യം. ഞാൻ അത് കഴിഞ്ഞ് പിന്നെ കരഞ്ഞിട്ടില്ല. ഇവിടെ വന്ന യോഗത്തിന് വന്ന് ഇപ്പൊ സന്തോഷമാണ്. ഒത്തിരി സന്തോഷം തോന്നുന്നു ആന്റിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ. ഇവിടെ ആദ്യം ആന്റി വന്നത് ടവലുമായിട്ടാണ്. ആന്റി പറയുന്നത് ആന്റി നിർത്താതെ കരഞ്ഞുകൊണ്ടായിരുന്നേ. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം ആന്റി പിന്നെ കരഞ്ഞിട്ടില്ല. ഇപ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ. ഒരിക്കൽ കൂടെ നമുക്ക് കർത്താവിന് മഹത്വം കൊടുക്കാം. ദാരു ബ്രദറിനോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ജോളി സിസ്റ്ററിനോടും എല്ലാവരോടും എനിക്ക് നന്ദി, സ്നേഹം മാത്രമേ ഉള്ളൂ. ഒരു വടിയും കൂടെ അവർ ഉയരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാവരോടും ആന്റിക്ക് നന്ദിയാണുള്ളത്. ആന്റി പറഞ്ഞ മറ്റൊരു വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണ്, ബ്രദർ ഇപ്പോൾ പഠിപ്പിക്കുന്നത് നമ്മൾ കൃപയിലാണെന്നാണ്. ആന്റി പറയുന്നത്, നേരത്തെ ഞാൻ ക്രിസ്ത്യ അനുഭവത്തിലാണെങ്കിലും ഇപ്പോൾ എനിക്കറിയാം ഞാൻ കൃപയിലാണ്, ഞാൻ യേശുവിലാണ്. ആ കൃപ നമ്മളെ ഓരോരുത്തരെയും വിടുവിക്കുവാൻ ഇടവരട്ടെ.